ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നൈവുവിൻ്റെ 7th മന്ത് വാക്സിനേഷൻ ഡേ ആണ്. ഇതാണ് കേട്ടോ നൈവുവിൻ്റെ അച്ഛമ്മ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായി കാറിലേക്ക് കയറി. കാഴ്ച കണ്ട് കാറിൽ കറങ്ങാൻ പോകാൻ നൈവിന് വലിയ ഇഷ്ടമാണ്. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ആ ഡ്രൈവ് ചെയ്യുന്നത് നൈവുവിൻ്റെ അങ്കിൾ, അതായത് എൻ്റെ ബ്രദർ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പോൾ പിന്നെ ഇതാരാ സംസാരിക്കുന്നത്? ഞാനാണ് നൈവുവിൻ്റെ, ഈ കുട്ടി നൈവുവിൻ്റെ മമ്മ, അതായത് അമ്മ. ഓക്കെ, ഇനി ഞാൻ വാക്സിനേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാം. ഇത് 7th മന്ത് ഇൻഫ്ലുവൻസ വാക്സിൻ്റെ 2nd ഡോസാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇൻഫ്ലുവൻസ വാക്സിൻ പൊതുവെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാണ് വാക്സിൻ എടുക്കാനായിട്ട് പോകുന്നത്. ഇൻഫ്ലുവൻസ വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ മാസം, അതായത് 6th മന്തിൽ എടുത്തായിരുന്നു. അച്ഛമ്മയെ കണ്ടിട്ടുള്ള കളിയും ചിരിയാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇൻഫ്ലുവൻസ വാക്സിൻ പൊതുവെ വൈറൽ ഫീവേഴ്സ് ഒന്നും വരാതിരിക്കാനാണ് കുഞ്ഞുങ്ങൾക്ക് എടുക്കാറുള്ളത്. എന്താ മമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിൽ റീച്ചായി. ആദ്യം പോയി ഡോക്ടറെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വാക്സിൻ എടുക്കാറുള്ളത്. 7th ഫ്ലോറാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ്. അങ്ങനെ 7th ഫ്ലോർ എത്തി. ഡോക്ടറെ കാണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഡോക്ടർ റൂം റീച്ചായി. ഇനി നമുക്ക് വെയിറ്റ് എടുക്കാം. ഞാൻ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വെയിറ്റ് കൂടിയോ സിസ്റ്റർ എന്നുള്ള നോട്ടമാണ് നൈവുണ്ട്. പിന്നെ എന്താ പറയുക, അടങ്ങിയിരിക്കുന്നത് നമുക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ക്ലിയർ ആയില്ലായിരുന്നു. അതാ എഴുന്നേറ്റിരുത്തി ഒന്നുകൂടെ വെയിറ്റ് നോക്കിയത്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, നമുക്ക് അടങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല. ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കരുതി പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ വെളിയിലുള്ള കാഴ്ചകൾ കാണുന്നതാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ച് കഴിഞ്ഞ് ഡോക്ടറിനെ കയറി കണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വാക്സിൻ എടുത്തോളാനും പറഞ്ഞു. അങ്ങനെ വാക്സിൻ എടുക്കാനായിട്ട് നമ്മൾ താഴേക്ക് പോയി. മെഡിസിനൊക്കെ ഞാൻ നേരത്തെ പോയി മേടിച്ച് വെച്ചായിരുന്നു. അതിനുശേഷം അച്ഛമ്മയും മോനെയും പോയി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് വാക്സിനേഷൻ റൂമിലേക്ക് കയറി. എന്നെ കുറച്ച് നേരം കാണാത്തതിൻ്റെ പരിഭവമാണ് ഇപ്പോൾ കാണിക്കുന്നത്. വാക്സിൻ എടുക്കാനുള്ള സിസ്റ്ററിനെ കണ്ടു. കുറച്ച് നേരം സിസ്റ്ററിനോട് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് വാക്സിനൊക്കെ എടുത്തത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യം കുഞ്ഞൊരു കരച്ചിൽ കരഞ്ഞിട്ട് പിന്നെ ആളൊക്കെ ആയി. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിനായിട്ട് ബേബി ഹഗിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കുറുമ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ കയ്യിലടങ്ങിയിരിക്കുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബേബി ഹഗ് റീച്ചായി. ഇതാട്ടോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ അങ്കിൾ. ആൾക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഷോപ്പിലേക്ക് കയറി. നമ്മുടെ കുട്ടിക്കുറുമ്പിന് പൊതുവെ ഷോപ്പും അവിടുത്തെ പ്രോഡക്ട്സും ഒക്കെ കാണുമ്പോഴത്തേക്കും അടങ്ങിയിരിക്കാൻ പറ്റത്തേയില്ല. ഒന്ന് താഴേക്ക് ഇറക്കി വിട്ടിരുന്നെങ്കിൽ എന്നുള്ള മട്ടിൽ ആളിരിക്കുന്നത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ വീട്ടിലേക്ക്. ഇപ്പോഴൊന്നും വാക്സിൻ എടുത്തതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വീണ്ടും കുറുമ്പ് തുടങ്ങി. അങ്ങനെ വീട്ടിൽ വന്ന് ഫ്രഷപ്പായി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സിൻ എടുക്കുമ്പോൾ ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും, കാലനക്കരുതെന്ന്. പക്ഷെ അടങ്ങിക്കിടക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ എക്സസൈസ് മെയിനാണ്. വീട്ടിൽ വന്ന് കയറിയ ഉടനെ തന്നെ നമ്മൾ പനിയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു, ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്തു. ഇതായിരുന്നു നമ്മുടെ കുട്ടി വാക്സിനേഷൻ ഡേ വ്ലോഗ്. നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.